ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ദൈവവചനം ചിന്തിക്കുവാൻ ദൈവം നമുക്കൊരുക്കിയ വലിയ വിധത്തിനായി ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളാകുന്നു. അതിൻ്റെ ശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്നിപ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ഫറവോൻ, ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടുവല്ലോ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാത്മീയ നേതാവും പ്രവാചകനുമായിരിക്കുന്ന മോശ ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ദൈവ ശബ്ദം കേട്ട് ദൈവിക തേജസ് കണ്ട് ഇറങ്ങിത്തിരിക്കുകയും ദൈവജനത്തെ അടക്കി വാണിരുന്ന ഫറവോനിയ അന്ധകാര ശക്തിയിൽ നിന്നും അടിമത്തത്തിൻ്റെ ആ ശക്തിയിൽ നിന്നും വിടുവിക്കുവാൻ ദൈവം മോശയെ പറഞ്ഞയക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് കേട്ടത്, മോശയും അഹരോനും കൂടെ ഫറവോന്റെ അടുക്കൽ ചെല്ലുവാനിടയായി. മോശ ഫറവോനോട് പറയുന്നു, യഹോവയാകുന്ന ദൈവം കൽപ്പിക്കുന്നു, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം എന്ന് മോശ ഫറവോനോട് പറവാനിടയായി തീർന്നു. എന്നാൽ ഫറവോൻ ഇവിടെ ഒരു വെല്ലുവിളിയുടെ ചോദ്യം ഉയർത്തുവാനിടയായി തീർന്നു. ഫറവോൻ ചോദിക്കുന്നു, ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആര്? രണ്ടാമത് ചോദിക്കുന്നു, ഞാൻ യഹോവയെ അറിയുകയില്ല. 3, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയില്ല. അഹങ്കാര ഭാവത്തോടുകൂടി ഫറവോൻ മോശയോട് പറയുന്ന 3 കാര്യങ്ങളാണ്. എന്നാൽ നാം ഇവിടെ കാണേണ്ടത്, മോശയോടല്ല ഫറവോൻ ഇത് പറയുവാനിടയായി തീർന്നത്. ശാരീരികമായി നോക്കിക്കഴിഞ്ഞാൽ ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നത് മോശയോടാ പറയുന്നത്. എന്നാൽ നാം ഇവിടെ കാണുന്നത് ഇത് ദൈവത്തോട് പറയുന്നതായി ദൈവം ഏറ്റെടുക്കുവാനിടയായി തീർന്നു. ദൈവവിധലെ, ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനെ, നിന്നെ വിളിച്ചത് ദൈവമാ, ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ദൈവമാ, ആത്മീയ ജീവിതത്തിലേക്ക് നിന്നെ നയിച്ചത് ദൈവമാ. നിന്റെ നേരെ ഒരു ചോദ്യം ഉയർന്നു കഴിഞ്ഞാൽ ആ ചോദ്യം ദൈവത്തോടാകുന്നു ആ ചോദ്യം ഉയരുവാനിടയായി തീരുന്നത്. നിന്നെ നിന്ദിച്ചു കഴിഞ്ഞാൽ, നിന്നെ പരിഹസിച്ചു കഴിഞ്ഞാൽ നീ മനസ്സിലാക്കണം, നീ ഇതിന് മറുപടി പറയാൻ പോകണ്ട. സ്വർഗത്തിലെ ദൈവം തന്നെ ഇതിന് മറുപടി പറയുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കാണുന്നത്, അവനൊരു യുദ്ധവീരനാകുന്ന ദൈവമാകുന്നു, അവൻ സർവശക്തനാകുന്ന ദൈവമാകുന്നു. അവൻ്റെ മുമ്പിൽ എന്തെല്ലാം പ്രതിസന്ധികൾ ഉയർന്നു വന്നാലും അതിനെ ഒന്നും ദൈവത്തിന് മുമ്പിൽ ഒന്നുമല്ലാതാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഇതാ ഫറവോൻ ചോദിച്ചിരിക്കുക, യഹോവ ആരാന്ന്? ഒരു വലിയ വെല്ലുവിളിയുടെ ശബ്ദത്തിലാണ് ചോദിക്കുന്നത്. എന്നാൽ യഹോവ ആരാകുന്നുവെന്ന് ഫറവോനെ ദൈവം പഠിപ്പിക്കുന്ന ചില സമയങ്ങൾ ദൈവം എടുക്കുവാനിടയായി തീർന്നു. ഫറവോനെ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയിച്ചു തരാമെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് നമ്മൾ 14-ാം അധ്യായത്തിലേക്ക്, പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. ഫറവോൻ ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാനിടയായി തീർന്നു. കാരണം 10 വിധ ബാധകൾ അയക്കുവാനും അതിൽ തൻ്റെ ആദിജാതം മരിച്ചു പോകാനൊക്കെ ഇടയായി തീർന്നതുകൊണ്ട് ഫറവോൻ നിർബന്ധിതനായി ദൈവജനത്തെ ഈ അടിമത്തത്തിൽ നിന്ന് വിട്ടയക്കുവാൻ. ദൈവജനത്തെ എത്രമാത്രം ദുഷ്ടശക്തികൾ ഞെരുക്കുവാൻ നോക്കിയാലും, എത്ര കാലം ഇരുട്ടിൻ്റെ അടിമത്തത്തിൽ കൊണ്ടിടാൻ നോക്കിയാലും, ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ടെന്ന് നാം മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു വിടുതലുണ്ടെന്ന് നീ മനസ്സിലാക്കണം. എത്ര ഇരുട്ട് നിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നാലും, എത്ര അന്ധകാര ശക്തികൾ നിനക്കെതിരെ വെല്ലുവിളിച്ചുയർന്നു വന്നാലും, അതിനൊക്കെ ദൈവം നിശ്ചയിച്ച സമയം വരെയുമേ നിനക്കെതിരെ നിൽക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ കരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും അതിൻ്റെ മുൻപിൽ നിൽക്കാൻ കഴിയത്തില്ല. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത്, ഇസ്രായേൽ ജനം മോശയുടെ നേതൃത്വത്തിൽ
മരുഭൂമിയിൽ കൂടെ നടന്നു വരുവാനും ഇടയായിത്തീർന്ന അവര് ചെങ്കടലിന്റെ മുമ്പിലേക്ക് അടുത്തു വരുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ പദ്ധതി ഇവിടെയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ കാണുന്നു, ഫറവോൻ പറയുന്നു അവർ ദേശത്തുഴലുന്നു, മരുഭൂമിയിൽ കുടുങ്ങിയിരിക്കുന്നു എന്ന് ഫറവോൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറവാനിടയായിത്തീർന്നു. ഫറവോൻ പറയുന്നത്, ഞാൻ പിൻചെല്ലും, കൊള്ള പങ്കിടും, എൻ്റെ വാളാൽ അവരെ നിഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവജനത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് വരുന്നത്. എന്നാൽ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം വെല്ലുവിളികളുമായിട്ട് ഏത് ദുഷ്ടപിശാച് കയറി വന്നാലും നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സമിടാനോ നിന്റെ ഒന്നിനെ അവഹരിക്കാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് നാം മനസ്സിലാക്കണം. ഫറവോന്റെ വരവെന്ന് പറയുന്നത് വളരെ യുദ്ധസന്നാഹമായിട്ടാണ് ഫറവോൻ കടന്നു വരുവാനിടയായിത്തീരുന്നത്. ദൈവജനത്തിനെതിരെ ഫറവോൻ വരുന്നത് യുദ്ധസന്നദ്ധരായിട്ടാണ് വരുന്നത്. അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കൂട്ടിക്കൊണ്ടാണ് യഹോവയാകുന്ന ദൈവത്തിനെതിരെ യുദ്ധത്തിന് വരുന്നത്. എന്നാൽ നമ്മളിവിടെ കാണണം, ഇസ്രായേൽ മക്കളും യുദ്ധസന്നദ്ധരായിട്ടാണ് പുറപ്പെടുവാനിടയായിത്തീർന്നത്. ശത്രു നമുക്കെതിരെ യുദ്ധവുമായിട്ട് വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യണം? ആത്മീയമായി നമ്മൾ വചനത്തിൻ്റെ വാളെടുത്ത് യുദ്ധത്തിന് നമ്മളും തയ്യാറായി നിൽക്കണം. ഏത് സമയത്തും യുദ്ധത്തിന് തയ്യാറായി നിൽക്കണം. ഏത് സമയത്തും ഒരു യുദ്ധം ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ, ഒരു പോർക്കളത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏത് സമയത്തും നമ്മൾ തയ്യാറായി നിൽക്കണം. ഏത് സമയത്തും യുദ്ധമുണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഏത് സമയവും ദൈവവചനം എന്ന വാളും ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയും കൊണ്ട് നമ്മൾ ഉയർന്നു നിൽക്കുവാനിട വരണം. എന്നാൽ നമ്മൾ മുമ്പോട്ട് കടന്നു വരുമ്പോൾ കാണുന്നത്, പ്രഭാതയാമത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ ജനം വളരെ നിലവിളിയോടുകൂടി ഫറവോനും അതിൻ്റെ സൈന്യവും പിറകെ വരുന്നത് കണ്ട് നിലവിളിക്കുവാനിടയായി തീർന്നു. അവർ ദൈവസന്നിധി നിലവിളിക്കുവാനിടയായി തീർന്നെന്ന് കാണുന്നു. മോശയോട് ദൈവം പറയുന്നു, നിന്റെ കയ്യിലുള്ള വടി നീ ഈ ചെങ്കടലിന് നേരെ നീട്ടാൻ പറയുന്നു. താനത് നീട്ടുമ്പോൾ അതിനകത്ത് ഉണങ്ങിയ ഒരു വഴി, 2 വശത്തേക്കും വെള്ളം ചിറ പോലെ മതിൽ പോലെ ഉയരത്തക്കവണ്ണവും അതിൻ്റെ നടുവിൽ കൂടി ദൈവം ഒരു വലിയ പാതയും ഒരുക്കുവാനിടയായി തീർന്നു. ഈ ലക്ഷക്കണക്കിന് ജനം ഈ സമുദ്രത്തിനകത്തുകൂടി അക്കരെ കടക്കുവാനിടയായി തീർന്നു. ആ സമയത്തിതാ ഫറവോനും അവൻ്റെ സൈന്യവും പിന്നാലെ ഈ സമുദ്രത്തിനകത്തേക്ക് ഇറങ്ങുവാനിടയായി തീർന്നു. നമ്മൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കാണുന്നത്, പ്രഭാതയോമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോവുക, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നു, ദൈവജനത്തിന് എതിരായിട്ട് നിന്ന ദുഷ്ടശക്തിയാകുന്ന മിസ്രൈം തന്നെ പറയുക, അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി, ഫറവോന് മനസ്സിലാകാൻ തുടങ്ങി ആരാ യഹോവയെന്ന്. ചോദ്യം ചോദിച്ചവന് മനസ്സിലായി യുദ്ധവീരനായ യഹോവയെന്ന് അവന് മനസ്സിലാകുവാൻ ഇടവന്നു. ദൈവജനത്തിന് ഒരുക്കിയിട്ടിരിക്കുന്ന വഴിക്കകത്ത് ദുഷ്ടന് പ്രവേശിക്കാൻ അനുമതി ദൈവം കൊടുത്തെങ്കിൽ അതിനകത്ത് നമ്മൾ ചിന്തിക്കണം, അവൻ്റെ അവസാനത്തിന് വേണ്ടിയാണ് ദൈവം ആ സമുദ്രത്തിനകത്ത് വഴിയൊരുക്കിയത്. ദുഷ്ടപോരുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓർത്തോണം, നമ്മളെ അവയ്ക്കൊന്നും നശിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവം ഏത് വലിയ പ്രതിസന്ധികളും കൂരലിൻ്റെ താഴ്വരകളിൽ കൂടി നമ്മൾ കടന്നു പോയാലും അതിനകത്തൊരു വഴി തുറന്ന് നമ്മെ അക്കരെ കടത്തുന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ളത്. ഇവിടെ ഫറവോൻ ചോദിച്ചു, യഹോവ ആരാകുന്നു എന്ന് ചോദിക്കുവാനിടയായിത്തീർന്നു. ഞാൻ യഹോവയെ അറിയുകയില്ലെന്ന് പറവാനിടയായിത്തീർന്നു. ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയില്ലെന്നും പറഞ്ഞു. എന്നാൽ നമ്മളിവിടെ താഴേക്ക് വായിച്ചു വരുമ്പോൾ കാണുന്നത്, യഹോവയാകുന്ന ദൈവം ഫറവോന് മറുപടി കൊടുക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രൈമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിൻ്റെ മേലിൽ കൈ നീട്ടിയപ്പോൾ പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രൈമ്യർ അതിനെതിരായി ഓടി. ദൈവത്തിൻ്റെ കരം മോശയോടുകൂടെ ഉണ്ടായിരുന്നു. വിളിക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിൽ, തെരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിൽ, ശുശ്രൂഷയ്ക്ക് വിളിച്ചവൻ്റെ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ കരം എപ്പോഴുമുണ്ട്. ദൈവത്തിൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാണെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ്റെ കരം ഒരു കാര്യത്തിന് വേണ്ടി നീട്ടിക്കഴിഞ്ഞാൽ ആ കരത്തെ മടക്കുവാൻ ലോകത്തൊരു മനുഷ്യനും ഒരു ശക്തിക്കും ഒരു പൈശാചിക ശക്തിക്കും കഴിയുന്നതല്ല. നമ്മൾ മുമ്പേ വായിച്ചല്ലോ, പ്രഭാതയാമത്തിൽ
യഹോവയാകുന്ന ദൈവം മിസ്രൈമ്യ സൈന്യത്തെ നോക്കുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവത്തിൻ്റെ ഒരു നോട്ടം മതി ഏത് ശക്തിയും തകർന്ന് താഴെ വീഴുവാൻ. ദൈവത്തിൻ്റെ ഒരു നോട്ടം മതി. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവത്തിൻ്റെ തീക്ഷ്ണമാകുന്ന നോട്ടത്തിൽ 600 രഥങ്ങൾ, വിശേഷപ്പെട്ട രഥങ്ങൾ, അതിൻ്റെ ചക്രങ്ങളുടെ ഓട്ടത്തെ തെറ്റിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ ചക്രങ്ങളുടെ ഓട്ടം പ്രയാസമായി. അപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ സൈന്യവും താറുമാറാകാൻ പോവാന്ന് മനസ്സിലായി. അവർ കടലിന് എതിരായിട്ട് തിരികെ ഓടുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കരം കൂടെയിരിക്കുന്ന മോശ, ദൈവാത്മാവിനെ നയിക്കപ്പെടുന്ന മോശ കടലിന് മേലെ വീണ്ടും കൈ നീട്ടിയപ്പോൾ കടൽ പൂർവ്വസ്ഥിതിയിലെത്താനിടയായി. ഇവിടെ നമ്മൾ കാണുന്നത് വെല്ലുവിളി ഉയർത്തിയ ശത്രുവും അവൻ്റെ സകല സൈന്യവും അവൻ്റെ സകല സന്നാഹങ്ങളും ആ സമുദ്രത്തിനകത്ത് നിദ്ര പ്രാപിക്കുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ ഫറവോനു വേണ്ടി ദൈവം വെട്ടിയ ഒരു ശവക്കുഴിയായിരുന്നു ആ സമുദ്രം. ആ സമുദ്രം ഫറവോനു വേണ്ടി വെട്ടിയ ഒരു ശവക്കുഴിയായിരുന്നു. അതിനാണ് ദൈവം, യഹോവയാകുന്ന ദൈവം, ഈ ഫറവോനെയും സൈന്യത്തെയും കൊണ്ടുവന്നത്. കാരണം ദൈവത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ചോദ്യം, ദൈവത്താൽ വിളിക്കപ്പെട്ടവനെതിരെ വെല്ലുവിളിക്കുന്ന ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ, ദൈവത്താൽ വിളിക്കപ്പെട്ടവനെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഒന്നും പതറിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം ദൈവമാണ് മറുപടി പറയുന്നത്. യുദ്ധവീരനാകുന്ന ദൈവം ഇറങ്ങി മറുപടി പറയാനിടയായി തീർന്നു. ദൈവ പൈതലെ, നിന്റെ ജീവിതത്തിനെതിരെ ശത്രു എന്തെല്ലാം യുദ്ധങ്ങൾ കൊണ്ടുവന്നാലും, എന്തെല്ലാം പരിഹാസങ്ങൾ ആരെല്ലാം നിന്റെ ജീവിതത്തിനെതിരെ കൊണ്ടുവന്നാലും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്ന കരമാണ്. നമ്മുടെ ദൈവം യുദ്ധവീരനാകുന്ന ദൈവമാണ്. ഏത് യുദ്ധത്തിലും, ഏത് പ്രയാസത്തിലും, ഏത് പ്രതിസന്ധിയിലും നമ്മളെ വീണ്ടെടുക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നീ വചനത്തിൽ നിന്ന് ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ആരെങ്കിലും പറഞ്ഞ വാക്ക് കേട്ട് പ്രയാസപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലും ദൈവത്തിനെതിരായിട്ട് പറയുകയും നിന്റെ ജീവിതത്തിനെതിരായിട്ട് പറയുകയും അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും ചെയ്താൽ നീ ഭയപ്പെടേണ്ട. ദൈവം അതിനുള്ള മറുപടി കൊടുത്തോളൂ. നമ്മളൊന്നും പറവാൻ പോകണ്ട. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ജീവിക്കുന്നു. അവൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ശക്തനാകുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മളെ വിളിച്ച ദൈവം നമ്മളെ അക്കരെ കടത്തുവാൻ ശക്തനാണ്. നമ്മുടെ മുമ്പിൽ വഴിയില്ലെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം. പുറകിൽ ദുഷ്ടസൈന്യം വെല്ലുവിളിച്ചുകൊണ്ട് വരിക. എന്നാൽ അവിടെ ഒന്നും ഭയപ്പെടേണ്ട. സമുദ്രത്തിനകത്തും വഴിയൊരുക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഏത് സമുദ്രത്തിനകത്തും വഴിയൊരുക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ ചിന്തിക്കുന്നതിന്, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ദൈവത്തിൻ്റെ വഴികളെന്ന് ഈ വചനത്തിൽ നിന്ന് ഞാൻ ഓർപ്പിച്ചിട്ട് നിങ്ങളെയെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി സ്തോത്രം. യഹോവ ആരെന്നുള്ള ഫറവോൻ്റെ വെല്ലുവിളിച്ചുള്ള ചോദ്യത്തിന് മറുപടി കൊടുത്ത സർവശക്തനെ ഞങ്ങൾ ഇതിൻ്റെ പാദത്തിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, ഞങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. പല നിന്ദകൾ പറയുന്ന പല വാക്കുകൾ പല മനുഷ്യരിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ കർത്താവെ, അവിടെ നിന്ന് ഞങ്ങൾ പതറിപ്പോകാതെ, ക്ഷീണിച്ചു പോകാതെ, കർത്താവെ, നീ അതിന് മറുപടി പറയുന്ന ദൈവമാകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. നീ അതിന് തക്ക സമയത്ത് മറുപടി പറയുന്ന ദൈവമാകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ ആശ്രയിച്ച് മുന്നേറുവാൻ സഹായിക്കണമേ. കർത്താവെ, ഫറവോന്യ അടിമത്തത്തിൽ നിന്ന് ദൈവജനത്തെ വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെ കാണുവാനിടയായല്ലോ. കർത്താവെ, അങ്ങനെ തന്നെ ആരെങ്കിലും ഇന്നും ഫറവോന്യ അടിമത്തത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, അതിൽ നിന്ന്, ആ ഇരുട്ടിൽ നിന്നും ദൈവം അവരെ വിടുവിക്കുമാറാകണം. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഒരു പൈശാചിക ശക്തിയുടെ അന്ധകാരത്തിന് ഇരുട്ടിലാണെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ, ദൈവത്തിൻ്റെ മുഖത്തിൻ്റെ പ്രകാശത്താൽ, തീക്ഷ്ണമാകുന്ന ദൈവത്തിൻ്റെ തേജസ്സിനാൽ ദൈവം ആ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ ഈ പ്രസംഗം കേൾക്കുന്നവരെയെല്ലാം നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെല്ലാം ദൈവം അനുഗ്രഹിക്കണം, ദൈവം സഹായിക്കണം. കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കും. താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെല്ലാം കേൾക്കും. എല്ലാം കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.